Next we are moving on to weirs and barrages. Weirs and barrages. ഓരോന്നും എന്താണെന്ന് നോക്കാം. Now weir. ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞു weir എന്താണ്? Weir is an obstruction constructed across a river to raise the amount of water or for the purpose of ponding water and to divert the water into the canal. Weir എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു നാച്ചുറൽ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ വിയർ എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ അപ്സ്ട്രീം സൈഡിൽ വാട്ടറിന്റെ ലെവൽ റൈസ് ചെയ്യും, പോണ്ടിങ് ഓഫ് വാട്ടർ സംഭവിക്കും. നമുക്ക് ആ വാട്ടറിനെ പിന്നെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാം. Now let's look more into weir. Now weirs are classified into two depending upon the design of their floor. Floor design base ചെയ്ത് wearsനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. And the classification is gravity weir and non-gravity weir. So depending upon the design of floor, depending on the design of floor, ഫ്ലോറിന്റെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വിയർസിനെ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഗ്രാവിറ്റി വിയർ ആൻഡ് നോൺ ഗ്രാവിറ്റി വിയർ. ഗ്രാവിറ്റി വിയർ ആൻഡ് നോൺ ഗ്രാവിറ്റി വിയർ. ഗ്രാവിറ്റി വിയറും ഉണ്ട്, നോൺ ഗ്രാവിറ്റി വിയറും ഉണ്ട്. ഈ ഗ്രാവിറ്റി വിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വൺ ഇൻ വിച്ച് uplift pressure due to seepage of water below the floor is resisted entirely by weight of the floor. അതായത് വിയറിന്റെ ഫ്ലോറിന്റെ താഴെ വാട്ടറിന്റെ സീപ്പേജ് കാരണം ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഫ്ലോറിന്റെ വെയിറ്റ് ആയിരിക്കും. ഗ്രാവിറ്റി വിയർ എന്ന് വെച്ചാൽ എന്താണെന്ന്, ഗ്രാവിറ്റി വിയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിയറിന്റെ ഫ്ലോറിന്റെ താഴെ വാട്ടറിന്റെ സീപ്പേജ് കൊണ്ടുണ്ടാവുന്ന അപ്ലിഫ്റ്റ് പ്രഷർ. നമ്മൾ സൈഫൺ അക്വഡക്റ്റിനകത്ത് പഠിച്ചായിരുന്നല്ലോ, സീപ്പേജ് വാട്ടറിന്റെ സീപ്പേജ് കാരണം അപ്ലിഫ്റ്റ് ഒക്കെ ഉണ്ടാവും പറഞ്ഞ് പഠിച്ചില്ല. അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റി വിയറിന്റെ ഫ്ലോറിന്റെ താഴെ വാട്ടറിന്റെ സീപ്പേജ് കാരണം ഉണ്ടാവുന്ന അപ്ലിഫ്റ്റ് പ്രഷർ അതിനെ ഫുള്ളി റെസിസ്റ്റ് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദ ഫ്ലോർ ആയിരിക്കും. അതേസമയം നോൺ ഗ്രാവിറ്റി വിയർ ആണെങ്കിൽ the floor thickness is kept relatively less and uplift pressure is resisted by bending action of reinforced concrete floor. So gravity wearലെ ഫ്ലോറിന്റെ വെയിറ്റ് ആയിരിക്കും സീപ്പേജ് കൊണ്ടുണ്ടാവുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. മറിച്ച് നോൺ ഗ്രാവിറ്റി വിയറിലാണെങ്കിൽ ഫ്ലോറിന്റെ തിക്നെസ് റിലേറ്റീവ്ലി കുറച്ചുകൊണ്ട് അപ്ലിഫ്റ്റ് പ്രഷറിനെ മെയിനായിട്ടും റെസിസ്റ്റ് ചെയ്യുന്നത് ഫ്ലോറിന്റെ ബെൻഡിങ് ആക്ഷൻ ആയിരിക്കും. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോറിന്റെ ബെൻഡിങ് ആക്ഷൻ ആയിരിക്കും അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ വെയിറ്റ് ഓഫ് ഫ്ലോർ റെസിസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ, whereas non gravity ഫ്ലോറിൽ bending action of reinforced concrete floor resists uplift pressure. So ഇങ്ങനെയാണ് ഗ്രാവിറ്റി വിയറിന്റെയും നോൺ ഗ്രാവിറ്റി വിയറിന്റെയും ഫ്ലോർ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. Now next is depending upon the material and design features. Depending on material and design features.
മെറ്റീരിയലിനെ ഡിസൈൻ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഇസ് വെർട്ടിക്കൽ ഡ്രോപ്പ് വിയർ. Vertical drop wear. Vertical drop wear എന്ന് പറഞ്ഞാൽ it consists of a vertical drop wall or crest wall with or without crest gates. Vertical drop wearനകത്ത് എന്ത് കാണും? ഒരു crest wall consists of a vertical drop wall or crest wall. അതിനകത്ത് ഒരു vertical drop wall അല്ലെങ്കിൽ ഒരു crest wall ഉണ്ടായിരിക്കും. ഈ vertical drop wall അല്ലെങ്കിൽ crest wallന് ചില സമയം ക്രസ്റ്റ് ഗേറ്റ്സ് കാണും, ചിലപ്പോൾ ക്രസ്റ്റ് ഗേറ്റ്സ് കാണില്ല. സോ ക്രസ്റ്റ് ഗേറ്റ്സ് ഉള്ളതോ ഇല്ലാത്തതോ ആയ വെർട്ടിക്കൽ ഡ്രോപ്പ് വോൾ അല്ലെങ്കിൽ ക്രസ്റ്റ് വോൾ ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ വെർട്ടിക്കൽ ഡ്രോപ്പ് വോൾ ഓർ ക്രസ്റ്റ് വോൾ വിത്ത് ഓർ വിത്തൗട്ട് ക്രസ്റ്റ് ഗേറ്റ്സ്. എന്തായാലും അതിനകത്ത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് വോൾ അല്ലെങ്കിൽ ക്രസ്റ്റ് വോൾ ഉണ്ട്. ആ ക്രസ്റ്റ് വോളിനകത്ത് ചിലപ്പോൾ ക്രസ്റ്റ് ഗേറ്റ് കാണും, ചിലപ്പോൾ ക്രസ്റ്റ് ഗേറ്റ് കാണില്ല. അറ്റ് അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം ends of impervious floor, cut-off piles are provided. Upstream and downstream ends of impervious floors. ഇംപെർവിയസ് ഫ്ലോറിന്റെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീം എൻഡ്സിലും എന്താണ്? കട്ട് ഓഫ് പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കട്ട് ഓഫ് പൈൽസ് പ്രൊവൈഡഡ്. ഇംപെർവിയസ് ഫ്ലോറിന്റെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും കട്ട് ഓഫ് പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now, to safeguard against scouring action, launching aprons are provided on both upstream and downstream end of floor. അതുപോലെ upstream and downstream എൻഡില് launching apron പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. launching apron ഉണ്ട്. എന്തിനാണ് launching apron പ്രൊവൈഡ് ചെയ്യുന്നത്? To safeguard against scouring action. Safeguard against scouring. സ്കൗറിംഗിൽ നിന്നും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇംപെർവിയസ് ഫ്ലോറിന്റെ അപ്സ്ട്രീം എൻഡിലും ഡൗൺസ്ട്രീം എൻഡിലും ലോഞ്ചിങ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ആർ പ്രൊവൈഡിംഗ് ലോഞ്ചിങ് ഏപ്രൺ അറ്റ് ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം എൻഡ്സ് ഓഫ് the floor. Now, a graded inverted filter is provided immediately at the downstream to relieve uplift pressure. Downstream endile to relieve uplift pressure ne relieve cheyan vendi graded inverted filter provide cheyunu. Graded inverted filter provided. Then it is suitable for any type of foundation. Yeah, vertical drop where ഏത് type of foundation ലും യൂസ് ചെയ്യാം. ഏത് ഫൗണ്ടേഷനിലും vertical drop wear യൂസ് ചെയ്യാം. So vertical drop wearനകത്ത് ഒരു vertical wall എങ്കിൽ crest wall ഉണ്ട്, which may or may not have crest gates. പിന്നെ impervious ഫ്ലോറിന്റെ അപ്സ്ട്രീം എൻഡിലും ഡൗൺസ്ട്രീം എൻഡിലും കട്ട് ഓഫ് വയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൗറിംഗിൽ നിന്നും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം എൻഡ് ഓഫ് ഫ്ലോർസിൽ ലോഞ്ചിങ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ഡൗൺസ്ട്രീം എൻഡ് വിയർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ഡൗൺസ്ട്രീം എൻഡ് എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗ്രേഡഡ് ഇൻവേർട്ടഡ് ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു റിലീവ് അപ്ലിഫ്റ്റ് പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിന്റെ ഇമ്മീഡിയറ്റ് ഡൗൺ സ്ട്രീമിൽ നമ്മൾ ഗ്രേഡഡ് ഇൻവേർട്ടഡ് ഫിൽറ്റർ യൂസ് ചെയ്യും. വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിലും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ ഇൻ എനി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. Now,
The second classification in this criteria is masonry or concrete sloping wear. Masonry or concrete sloping wear. So masonry or concrete sloping wear ഏറ്റവും suitable ആയിട്ട് വരുന്നത് soft sandy foundationsനും soft sandy foundationsനാണ് ഇത് ഏറ്റവും suitable. Soft sandy foundation ഉള്ളിടത്താണ് masonry or concrete sloping wear suitable. And also it is generally used where difference in wear crust and downstream riverbed is limited to 3 meter. Difference in wear crest and downstream river bed less than or equal to 3 meter. So difference in wear crest downstream river bed 3 meters nathu limit cheyna cases ilana masonry or concrete sloping wear use cheynathu. Ini ഇവിടെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്? when water passes over such a wear, hydraulic jump is formed on sloping glacis. Hydraulic jump is formed on sloping glacis. അതായത് ഇങ്ങനെയുള്ള വിയറിന്റെ മുകളിലൂടെ വാട്ടർ പാസ് ചെയ്യുമ്പോൾ സ്ലോപ്പിംഗ് ഗ്ലേസസിൽ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് masonry or concrete sloping wearന്റെ വർക്കിംഗ് ഉണ്ടാകുന്നത്. Now the next is dry stone slope wear. Dry stone slope wear. Dry stone slope wear. So a dry stone slope wear or a rock fill wear consists of body wall and upstream and downstream rock fills laid in the form of glacis with few intervening core walls. So ഇതിൽ എങ്ങനെയാണ്? it consists of a body wall. ഇതിനകത്ത് എന്തുണ്ട്? ഒരു ബോഡി വാൾ ഉണ്ട്. അത് കൂടാതെ upstream and downstream rock fills. Upstream and downstream rock fills ഉണ്ട് which are laid in the form of glacis with few intervening core walls. Laid in form of glacis with intervening core walls. So dry stone slope wearനകത്ത് ബോഡി വാൾ ഉണ്ട്, പിന്നെ അതിനകത്ത് അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം റോക്ക് ഫിൽസ് ഉണ്ട്. അതെങ്ങനെയാണ് ലേ ചെയ്തിരിക്കുന്നത്? ലേഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലേസസ് വിത്ത് ഇന്റർവീനിങ് കോർ വാൾസ്. Now second criteria, അതായത് ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ ആൻഡ് ഡിസൈൻ ഫീച്ചേഴ്സ്, അതിൽ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. That is parabolic wear. Parabolic wear. So parabolic wear is similar to spillway action of a dam. Dam inde spillway action is similar ആണ് parabolic wear. ഡാമിന്റെ സ്പിൽവേ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡാമിന്റെ ക്രസ്റ്റ് ലെവലിലോട്ട് വെള്ളം വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഡാമിന്റെ ഡിസൈൻ ലെവലിന് മേലോട്ട് വെള്ളം വരുമ്പോൾ സ്പിൽവേയുടെ ഗേറ്റ് തുറന്നു കൊടുക്കും. അപ്പോൾ സ്പിൽവേയിലൂടെ എക്സസ് വാട്ടർ ഫ്ലോ ചെയ്ത് വിടും. അതുപോലെയാണ് ഈ പാരബോളിക് വിയറും. ദ ബോഡി വാൾ ഫോർ സച്ച് എ വിയർ ഇസ് ഡിസൈൻഡ് ആസ് ലോ ഡാം. പാരബോളിക് വിയറിന്റെ ബോഡി വാൾ എന്ന് പറയുന്നത് ലോ ഡാം ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്.
ലോ ഡാം ഡിസൈൻ ആണ് ബോഡി വാളിന് കൊടുത്തേക്കുന്നത്. ലോ ഡാം ആയിട്ടാണ് ബോഡി വാളിന് ഡിസൈൻ ചെയ്തേക്കുന്നത്. ദെൻ ഡൗൺ സ്ട്രീം സൈഡിൽ എനർജി ഡെസിപ്പേഷന് വേണ്ടി ഒരു സിസ്റ്റേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റേൺ അറ്റ് ഡൗൺ സ്ട്രീം ഫോർ എനർജി ഡിസിപ്പേഷൻ. എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഡൗൺ സ്ട്രീമിൽ സിസ്റ്റേൺ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്സ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ ഓർ സ്ലോപ്പിംഗ് ഗ്ലേസിസ് വിയർ. Upstream and downstream protection works like vertical drop wear or glacis wear, sloping glacis wear. അതായത് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിലോ സ്ലോപ്പിംഗ് ഗ്ലേസിസ് വിയറിലോ ഉള്ളതുപോലെ പാരബോളിക് വിയറിലും അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ പാരബോളിക് വിയർ എന്ന് പറഞ്ഞാൽ ഡാമിന്റെ സ്പിൽവേ ആക്ഷന് സിമിലർ ആയിട്ടാണ് ഇതിന്റെയും ആക്ഷൻ. അതിന്റെ ബോഡി വാളിനെ ഒരു ലോ ഡാം ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഡൗൺ സ്ട്രീം എൻഡിൽ നമ്മളൊരു സിസ്റ്റേൺ പ്രൊവൈഡ് ചെയ്യും എനർജി ഡെസിപ്പേഷന് വേണ്ടി. പിന്നെ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിലോ സ്ലോപ്പിംഗ് ഗ്ലേസിസ് വിയറിലോ ഉള്ളതുപോലെ സിമിലർ ആയിട്ടുള്ള അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ വിയറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് ഇസ് ഡിപെൻഡിങ് ഓൺ ഡിസൈൻ ഓഫ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഇസ് ഡിപെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ ആൻഡ് സർട്ടൻ ഡിസൈൻ ഫീച്ചേഴ്സ്. ഫ്ലോർ ഡിസൈനിനെ ബേസ് ചെയ്തിട്ട് ഗ്രാവിറ്റി വിയറും നോൺ ഗ്രാവിറ്റി വിയറും ഉണ്ട്. പിന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ അതായത് മെറ്റീരിയൽ ആൻഡ് ഡിസൈൻ ഫീച്ചേഴ്സ്, അതിനെ ബേസ് ചെയ്ത് 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഇസ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ, സെക്കൻഡ് ഇസ് മേസൺറി ഓർ കോൺക്രീറ്റ് സ്ലോപ്പിംഗ് വിയർ, third one is dry stone slope wear, and fourth one is parabolic wear. So these are the classifications of wear. Next is barrage. Next is barrage. Barrage എന്താണ് നോക്കാം. The function is similar to a weir, but heading up of water is effected by the gates alone. Barrage ന്റെ function എന്ന് പറയുന്നത് weir പോലെയാണ്. Function same as weir. Weirന്റെ പോലത്തെ സെയിം ഫംഗ്ഷൻ ആണ് ബാരേജിന്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വാട്ടറിന്റെ ഹെഡിങ് അപ്പ്, അതായത് വാട്ടർ ലെവൽ അത് ഹെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഗേറ്റ്സ് അലോൺ. ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ effected by gates alone. Gates മാത്രം വെച്ചിട്ടാണ് ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ അതിൽ നടക്കുന്നത്. Here barrage ആണെങ്കിൽ there is no solid obstruction put across the river. No solid obstruction put across the river. നമ്മുടെ വിയർ എന്ന് പറഞ്ഞാൽ അത് റിവറിന് അക്രോസ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ആയിരുന്നെങ്കിൽ ബാരേജിന്റെ കേസിൽ there is no solid obstruction put across the river. The crest level in the barrage is kept at low level. Low ലെവലിലാണ് ക്രസ്റ്റ് ലെവൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ബാരേജിന്റെ ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലോ ലെവലിലാണ്. എന്നിട്ട് during floods the gates are raised to clear off high flood level, enabling high flood to pass downstream with minimum afflux. So flood ഉള്ള സമയത്ത്
ഇതെങ്ങനെ വർക്കിംഗ് എന്ന് നോക്കാം. ഫ്ലഡ്സിന്റെ സമയത്ത് എങ്ങനെയാണ്? ഗേറ്റ്സ് ആർ റേസ്ഡ്. ഫ്ലഡ് ഉള്ള സമയത്ത് നമ്മൾ ഗേറ്റ്സ് റേസ് ചെയ്ത് വെക്കും. റേസ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? ടു ക്ലിയർ ഓഫ് ഹൈ ഫ്ലഡ് ലെവൽ, ടു ക്ലിയർ ഓഫ് ഹൈ ഫ്ലഡ് ലെവൽ. ഫ്ലഡ് ഉള്ള സമയത്ത് ഗേറ്റ്സിനെ റേസ് ചെയ്ത് വെക്കും. അതിന്റെ കാരണം എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഹൈ ഫ്ലഡ് ലെവലിനെ ക്ലിയർ ഓഫ് ചെയ്യണം. പിന്നെ ഹൈ ഫ്ലഡ് ലെവലിനെ മിനിമം അഫ്ലക്സിൽ ഡൗൺ സ്ട്രീമിലോട്ട് പാസ് ചെയ്യുകയും വേണം. Enable high flood to pass downstream with minimum afflux. മിനിമം അഫ്ലക്സ് ഒഴിച്ചുകൊണ്ട് ഡൗൺ സ്ട്രീമിലോട്ട് ഹൈ ഫ്ലഡ് പാസ് ചെയ്യണം. പിന്നെ ഹൈ ഫ്ലഡ് ലെവലിനെ അവിടുന്ന് ക്ലിയർ ഓഫ് ചെയ്യണം. അതിനുവേണ്ടി ഫ്ലഡിന്റെ സമയത്ത് ഗേറ്റ്സിനെ നമ്മൾ റേസ് ചെയ്യും. ഇനി ഫ്ലഡ് റിസീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫ്ലഡ് റിസീഡ് ചെയ്യുമ്പോൾ ഗേറ്റ്സ് ആർ ലോവർഡ് ആൻഡ് ഫ്ലോ ഈസ് ഒബ്സ്ട്രക്റ്റഡ്. ഗേറ്റ്സ് ലോവർഡ് ആൻഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ്. ഗേറ്റ്സ് ലോവർ ചെയ്യുന്നു, ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവുന്നു. Thus raising the water level to upstream of barrage. Raising water level to upstream of barrage. ഫ്ലഡ് കുറയുമ്പോൾ ഗേറ്റ്സ് നമ്മൾ ലോവർ ചെയ്യുന്നു, അപ്പൊ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവും. അതുകൊണ്ട് എന്താണ്? ബാരേജിന്റെ അപ്സ്ട്രീമിൽ വാട്ടർ ലെവൽ റേസ് ചെയ്യും. There is less silting and better control over levels. ബാരേജിന്റെ കേസിൽ സിൽറ്റിംഗ് കുറവാണ്. സിൽറ്റിംഗ് is less and there is better control over levels. വാട്ടർ ലെവൽസിൽ നമുക്ക് നല്ല കൺട്രോൾ ആയിരിക്കും ബാരേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ സിൽറ്റിംഗ് വളരെ കുറവാണ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ വിയേഴ്സ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ വിയേഴ്സ്. വിയേഴ്സിനേക്കാളും കോസ്റ്റ്ലിയർ ആണ് ബാരേജ്. സോ ബാരേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിയറിന്റെ അതേ ഫംഗ്ഷൻ ആണ്. ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഗേറ്റ്സ് അബവ്. വിയറിന്റെ മുകളിലുള്ള ഗേറ്റ്സ് ആണ് വാട്ടറിന്റെ ഹെഡിങ് അപ്പിനെ അഫക്ട് ചെയ്യുന്നത്. ഫ്ലഡ് അതുപോലെ തന്നെ വിയർ പോലെ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ഒന്നും നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് ബാരേജിന്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ബാരേജിന്റെ ക്രെസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലോ ലെവലിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്? ഫ്ലഡിന്റെ സമയത്ത് ഗേറ്റ്സിനെ നമ്മൾ റേസ് ചെയ്യും. ഫ്ലഡ് ഉള്ള സമയത്ത് ഗേറ്റ്സിനെ റേസ് ചെയ്യും. ഗേറ്റ്സിനെ റേസ് ചെയ്യുന്ന എന്തിനാണ്? ഹൈ ഫ്ലഡ് ലെവലിനെ ക്ലിയർ ചെയ്യാനും ബാരേജിൽ നിന്ന് ക്ലിയർ ചെയ്യാനും പിന്നെ ഹൈ ഫ്ലഡ് ലെവലിനെ മിനിമം അഫ്ലക്സ് വെച്ചിട്ട് ഡൗൺ സ്ട്രീമിലോട്ട് പാസ് ചെയ്യണം. ഹൈ ഫ്ലഡ് ലെവലിനെ ഡൗൺ സ്ട്രീമിലോട്ട് പാസ് ചെയ്യണം വിത്ത് മിനിമം അഫ്ലക്സ്. അതായത് അഫ്ലക്സ് കുറച്ചുകൊണ്ട് ഹൈ ഫ്ലഡിനെ നമുക്ക് ഡൗൺ സ്ട്രീമിലോട്ട് പാസ് ചെയ്യണം. ഈ രണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഗേറ്റ്സിനെ നമ്മൾ റേസ് ചെയ്യും. ഇനി ഫ്ലഡ് കുറയുമ്പോൾ, അതായത് ആസ് ഫ്ലഡ് റിസീഡ്സ് ഗേറ്റ്സ് ആർ ലോവർഡ്. ഫ്ലഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഗേറ്റ്സ് ലോവർ ചെയ്യും. ഗേറ്റ്സ് ലോവർ ചെയ്യുമ്പോഴാണ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവുന്നത്. ഫ്ലഡ് കുറയുമ്പോൾ ഗേറ്റ്സിനെ താഴ്ത്തി കൊടുക്കും, അപ്പോൾ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവുന്നു. ഫ്ലോ അങ്ങനെ ഒബ്സ്ട്രക്റ്റ് ആവുമ്പോൾ ബാരേജിന്റെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആകുമ്പോൾ ബാരേജിന്റെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ഇനി ബാരേജ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവലിന്റെ മേലുള്ള കൺട്രോൾ എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. വെൻ യു കമ്പയർ ബാരേജസ് ആൻഡ് വിയേഴ്സ്, നമുക്ക് വാട്ടർ ലെവൽസിലുള്ള കൺട്രോൾ ബാരേജിന്റെ കേസിലാണ് നല്ല രീതിയിലുള്ളത്. അത് മാത്രമല്ല ബാരേജിന്റെ കേസിൽ സിൽറ്റിംഗ് വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിയേഴ്സിനേക്കാളും കോസ്റ്റ്ലിയർ ആണ് ബാരേജ്.